ഒരു മുൻവിധി ഇതിനകത്ത് പരീക്ഷിക്കേണ്ട കാര്യമില്ല. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരു ഫോബിയയുടെ അന്തരീക്ഷമൊന്നും അതിനകത്തേക്ക് പെനട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കാൻ പോകുന്ന വർഗീയതയുണ്ട്, വർഗീയത പരീക്ഷിക്കാൻ തയ്യാറാണ് നമ്മുടെ നാട്ടിലുള്ളവർ, അപ്പൊ അവർക്ക് ആയുധം വെച്ച് കൊടുക്കരുത് എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായ റിലാക്സേഷന് വേണ്ടി അവരുടെ പഠനത്തിന് അവർക്ക് കാര്യക്ഷമമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പരീക്ഷണം പുതുതായി ഒന്ന് പ്രയോഗിച്ച് നോക്കണമെങ്കിൽ ഇനി ഈ പറയുന്ന ഓർഡർ ആകുന്നതിന് മുൻപ് ഓരോ ഇടത്തും കയറി ചെന്ന് ഇതൊന്ന് നോക്കാമോ, ഇതൊന്ന് ഒപ്പുവെക്കാമോ, ഇതിനൊന്ന് മൂളാമോ എന്ന നിലയ്ക്ക് പോകേണ്ടി വരും. മാധു, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങള് അവരധിക സമയവും പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കായിക പരിശീലനങ്ങളിലൊക്കെ ഇടപെടാനുള്ള അവസരം കുറഞ്ഞു വരുന്ന ആളുകളാണ്. മൊബൈലിലും മറ്റ് ഇന്റർനെറ്റിലൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ആളുകളാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു 10-20 വർഷത്തിന് മുമ്പുള്ളതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ അവലംബിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. സൂംബ ഡാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് ബോധപൂർവം ചില വ്യായാമ മുറകളൊക്കെ ചെയ്യുന്നതിന് മടിയുള്ളവർക്ക് അത് മറികടക്കാനുള്ള ഒരു ഉപാധിയോ മാർഗമോ ആണ് സൂംബ ഡാൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സൂംബ ഡാൻസിനെ കുറിച്ച് ഗൗരവതരമായ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ, വിയോജിപ്പുകൾ ആരെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ ഉടൻ തന്നെ അവരെ ഏതെങ്കിലും ഒരു മാർജിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാതെ അവരെ ശ്രമിക്കുകയും അവരുടെ ന്യായമായ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. എന്തുകൊണ്ട് അത് ചെയ്യാതിരിക്കണം? മറ്റൊന്നുകൂടി എനിക്ക് പറയാനുള്ളത്, ഇവിടെ സൂംബ ഡാൻസ് കളിക്കാൻ താല്പര്യമില്ല, അത് എന്തിൻ്റെ പേരിലും ആയിക്കോട്ടെ, അങ്ങനെ ആരെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അവർക്ക് അത്തരത്തിൽ അതിന് പങ്കുകൊള്ളാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവിടെ വകവെച്ച് കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിലൊക്കെയാണ് നമ്മുടെ പാരമ്പര്യവും പൈതൃകവും മുൻകാല അനുഭവങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞു പോന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം സൂംബ ഡാൻസ് അത് ഒരുപാട് ഗുണപരമായ മാറ്റങ്ങൾ കുട്ടികളുടെ ഇടയിൽ വരുത്തുമെന്ന സർക്കാരിൻ്റെ ശുഭപ്രതീക്ഷ, അത് വിജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നയാളാണ്. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പടർന്നു കയറുന്ന കാലികമായ സുപ്രധാന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരെങ്കിലും സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ആശങ്കകൾ ഇവിടെ ഉയർത്തുകയാണെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാനും ആശങ്കകൾ ദൂരീകരിക്കാനുമുള്ള ബാധ്യത കേരള സർക്കാരിനുണ്ട്, ബന്ധപ്പെട്ട വിദ്യാഭ്യാസ അധികൃതർക്കുണ്ട്. എന്നിട്ടും ആരെങ്കിലും സൂംബ ഡാൻസുമായിട്ട് സഹകരിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടാൻ അവർക്ക് അതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊക്കെ ചേരുന്ന സമ്മതത്തിനും വിസമ്മതത്തിനും ഒക്കെ ഇടമുള്ള ഒന്നാണ് ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ ഭരണഘടനയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദേശീയ പതാക ആലപിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഭാഗത്തിന്റെ വാദങ്ങൾക്ക് പോലും ഇടമുണ്ട് എന്ന് വിധിച്ച സുപ്രീം കോടതിയും നിയമവ്യവസ്ഥിതിയും ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെയൊക്കെ വർഗീയമാക്കാൻ പാകത്തിൽ, ഇതിനെയൊക്കെ ചേരിതിരിക്കാൻ പാകത്തിൽ നിങ്ങളൊരു അഭിപ്രായ പ്രകടനത്തിലേക്ക് പോകരുത്. നമ്മൾ ഈ സൂംബ ഡാൻസിന്റെ അങ്ങ് പറഞ്ഞു ന്യായമായ കാര്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ എന്തിനാണ് അവരെ ഒരു മാർജിനിലേക്ക് നിർത്തുന്നത്? അവരെ ന്യായമായി കേട്ടുകൂടെ? അവരുമായി ചർച്ചയായിക്കൂടെ? കാലികമായ സുപ്രധാനമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവരുമായി ചർച്ച നടത്തിക്കൂടെ എന്ന്? കാലികമായ സുപ്രധാനമായ കാഴ്ചയാണോ, മേനിയഴക് പ്രദർശിപ്പിക്കാനുള്ള വഴിയാണ് സൂംബ ഡാൻസിലൂടെ സ്കൂളിൽ നടപ്പിലാക്കുന്നത് എന്ന് പറയുന്നത്, ആണും പെണ്ണും ഒരുമിച്ചുള്ള ആഭാസമാണ് എന്ന് പറയുന്നത് ന്യായമായ കാര്യമാണോ? ആ നിലയ്ക്ക് സംസാരിക്കുന്നവരുടെ സർക്കാർ ഏത് ഭാഷ ഉപയോഗിച്ചാണ് തിരിച്ച് സംവദിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും? അപ്പോൾ ഇവിടെ ആശങ്കകൾ രേഖപ്പെടുത്തുക എന്നുള്ളതല്ല, അടച്ചാക്ഷേപിക്കുക എന്ന മാർഗം സ്വീകരിക്കുന്ന ആളുകൾ ഇപ്പോൾ നോക്കൂ, നമ്മുടെ വിശ്വാസം അനുസരിച്ച് അത് നടപ്പിലാക്കുന്ന രീതി എങ്ങനെയാണ് എന്ന് പരിഗണിച്ചതിന് ശേഷം തീരുമാനമെടുക്കും എന്നൊരു സാമുദായിക സംഘടനയ്ക്ക് അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇത് നിഷിദ്ധമാണ് എന്ന് മുൻകൂട്ടി പറയുന്നു. അതുകൊണ്ട് ഞങ്ങളുടേത് മാത്രമല്ല, സ്കൂളിലെ നടപ്പിലാക്കാൻ പാടില്ല എന്ന് തിട്ടൂരം പുറപ്പെടുവിക്കുന്നു. എവിടെ നടക്കും? അല്ല, തീർച്ചയായിട്ടും സ്കൂളുകളിൽ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയുന്നവർ അതിന് പറയുന്ന ന്യായങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കുകയും അവർക്കതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്ക് നൽകുകയും വേണം.
എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകം മാധു തെറ്റായിട്ടാണ് പരിഗണിച്ചത്. കാരണം ഞാൻ പറയുന്നത് ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് ഇതിനെതിരെ കാര്യമായ ചില പരാമർശങ്ങളും ചില നിരീക്ഷണങ്ങളും നടത്തി നമ്മുടെ മുമ്പാകെ ഉള്ളത്. അവർ തീർച്ചയായിട്ടും ഈ ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, LGBTQ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ പാഠപുസ്തകങ്ങളിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതിയ കാലത്തെ ലഹരിയിലേക്ക് കുട്ടികൾ വഴുതി വീഴുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹാപ്പിനെസ് സീക്കിങ്ങുമായി ഇടകലർന്നിട്ടുള്ള മേഖലകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവതരമായ പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും പഠനങ്ങളും ലേഖനങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പൊതുരംഗത്തുള്ള ആളുകളാണ്. അവർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് അവരെ കേൾക്കുകയും അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുകയും ചെയ്യുക എന്നൊരു ലളിതമായ ദൗത്യം നിർവഹിക്കുന്നതിന് പകരം ഇതിനെയൊക്കെ വലിച്ചു നീട്ടി ചർച്ച ചെയ്തിട്ട് ഇവർ ഈ പറയുന്നതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം VD സതീശനും UDF-നുമാണ് എന്നൊക്കെ മട്ടിലൊക്കെ കടത്തി പറയുമ്പോൾ ഇതിനെ എതിർക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയും അവരുടെ മനോഗതവും അന്തർഗതവും ഒക്കെ ആളുകൾ മറ്റൊരു തരത്തിൽ വിലയിരുത്തിയാൽ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ആളുകളാണ് പറഞ്ഞത് ഇത് സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന്. ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവ് പറയാണ് ഇത് അടിച്ചേൽപ്പിക്കരുത് എന്ന്. സർക്കാർ ഇത് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയാൻ, അടിച്ചേൽപ്പിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകണമല്ലോ. ആ തോന്നൽ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എവിടെയെങ്കിലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇത് നടപ്പിലാക്കിയിരിക്കണം എന്ന തിട്ടൂരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അപ്പോ ഈ പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിന് ആയുധം വെച്ച് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ആയുധം നാലാക്കി മടക്കി കയ്യിൽ വെച്ച് കൊടുത്തിട്ടാണോ ഈ ഡയലോഗ് അടിക്കുന്നത്? അതല്ല, ഇവിടെ നിങ്ങൾ ഇതിനകത്ത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻവിധി ഇതിനകത്ത് പരീക്ഷിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരു ഫോബിയയുടെ അന്തരീക്ഷമൊന്നും അതിനകത്തേക്ക് പെനട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ എന്താണ് ഇവർ പറയുന്ന എതിർപ്പ്? അത് കേൾക്കാൻ എന്താണ് ഈ ജനാധിപത്യ സംവിധാനത്തിലൊരു ജനാധിപത്യ സർക്കാരിനൊരു മടിയുള്ളത്? അത് കേട്ടിട്ട് അവരെ തിരുത്തണമെങ്കിൽ, അവരെ വിശ്വാസത്തിലെടുക്കണമെങ്കിൽ സർക്കാർ അത് ചെയ്യാൻ എന്തിനു മടിക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. സർക്കാരിലേക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആശയവിനിമയം ഇനി നോക്കൂ. ഇപ്പൊ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമല്ല, അധ്യാപക സംഘടനകളോ വിദ്യാർത്ഥി ഫെഡറേഷനുകളോ ഇതൊന്നുമല്ല, ഈ പറയുന്ന സാമുദായിക സംഘടനകൾ പോലും സർക്കാരുമായി നേരിട്ടോ ഔദ്യോഗികമായോ പ്രോപ്പർ ചാനലിലൂടെയോ ഒരാശയവിനിമയം നടത്തിയിട്ടില്ല. നടത്തിയത് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയാൻ മടിയുള്ള, അല്ലെങ്കിൽ മടിക്കേണ്ടുന്ന തരം, പുരോഗമിച്ച മനുഷ്യർ ആവർത്തിച്ച് പറയാൻ മടിക്കേണ്ടുന്ന തരം പ്രയോഗങ്ങളാണ്. അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നതിലൂടെ എന്താണ്? ഇതെല്ലാം വിശ്വാസത്തിനെതിരാണ്, ഇനി ആ വശത്തേക്ക് പോകണ്ട എന്ന ശക്തമായ സന്ദേശം നൽകുന്ന ഒരു വലിയ വിഭാഗത്തിനാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളുടെ മുന്നോട്ട് പോക്കിനെ ആ രീതിയിൽ തടസ്സം വെക്കുക, വിശ്വാസപരമായ തടസ്സം വെച്ച് ഇല്ലാതെയാക്കുക, മറവെക്കുക എന്നതല്ലേ? അല്ല, ഇവിടെ ഞാൻ ഈ വിശ്വാസത്തെ ഇതിനകത്തേക്ക് കൂട്ടിക്കലർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള പുതിയ കാലഘട്ടത്തിൻ്റെ DJ പാർട്ടികളും മറ്റ് ഡാൻസുകളും മറ്റ് ഇടകലറികളും ചുംബന സമരങ്ങളും മറ്റ് പാശ്ചാത്യ സംസ്കാരത്തെ മാതൃകയാക്കിക്കൊണ്ടുള്ള വിവിധങ്ങളായ ആഘോഷ പ്രകടനങ്ങളും ഇതിനെതിരെയൊക്കെ വ്യത്യസ്തങ്ങളായ സാംസ്കാരികവാദികളും ചില മതസംഘടനകളൊക്കെ പല കാലങ്ങളിലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ നമ്മൾ തുറന്ന മനസ്സോടുകൂടി സമീപിക്കുകയും തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ, തിരുത്തിക്കേണ്ടവരെയാണെങ്കിൽ അവരെ തിരുത്തിച്ച് മുഖ്യധാരയോട് ചേർത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും വേണം. ഇവരുന്നയിക്കുന്ന വിഷയങ്ങളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ചുംബിയുടെ കാര്യം പറയുമ്പോൾ ഇതിനു മുൻപ് സമൂഹത്തിൽ ഉണ്ടായ ചുംബന സമരമൊക്കെയാണ് അങ്ങ് എടുത്ത് പറയുന്നതെങ്കിൽ ഞാൻ എന്താണ് അങ്ങോട്ട് പറയേണ്ടതെന്ന് സത്യമായും എനിക്കറിയില്ല.